ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് പിന്നെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വിഷ് കെയറിന്റെ ബോഡി സൺസ്ക്രീൻ ആണ്. ഇതിലെ SPF 50 ഉണ്ട്, PA+++ ആണ് കേട്ടോ. പിന്നെ ഇതൊരു ബോഡി സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. UVB UVA പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് വന്ന 200 ml ആണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. 200 ml 499 രൂപയാണ് കേട്ടോ. ഞാൻ വാങ്ങിയത് 350 360 ആ റേഞ്ചിനാണ് കേട്ടോ. ഞാൻ ഓർക്കുന്നില്ല, കുറച്ചായി. ആ പ്രൈസിനാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതിലടങ്ങിയിരിക്കുന്ന നിയാസിനമൈഡ്, സെറാമൈഡ്, പിന്നെ ക്യാരറ്റ് സീഡ് ആൻഡ് റെസ്ബെറി ഒക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് വന്ന ഒരു എവരിഡേ സൺസ്ക്രീൻ ബോഡി ലോഷൻ ആണ് കേട്ടോ. വിഷ് കെയർ എന്ന ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം നല്ലൊരു ബ്രാൻഡാണ് വിഷ് കെയർ. വിഷ് കെയറിന്റെ ഇതിന് മുന്നേ ഞാൻ 2 പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിരുന്നു. എനിക്ക് നല്ല ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാനും വാങ്ങിയത് ഒരു ബോഡി സൺസ്ക്രീൻ വേണമെന്ന് തോന്നിയപ്പോൾ ഞാനും റിവ്യൂ നോക്കിയിരുന്നു. അങ്ങനെ റിവ്യൂ നോക്കി ഞാൻ വാങ്ങിയതാണ് ഈ ബോഡി സൺസ്ക്രീനെ. ഞാൻ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷം ആയതുള്ളൂ കേട്ടോ. അതിന് മുന്നേ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ പുറത്ത് പോകുന്ന വേളയിൽ മാത്രം. അതായത് എനിക്ക് തോന്നുമ്പം ഒക്കെ മാത്രം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പൊ മുടങ്ങാതെ 5 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഞാനൊരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസസ് ഉള്ള ആളാണ്. അപ്പൊ ഞാൻ പണ്ടേക്ക് മുതൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറയും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അതൊന്നും ഞാനത് വലിയ കാര്യമാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം മറ്റുള്ളവർക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിലും കൂടുതലായിട്ട് ഇതുപോലുള്ളവർക്ക് സൂര്യാഘാതം ഏൽക്കാൻ ചാൻസ് കൂടുതലായിട്ടോ. അപ്പം റഷസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സൂര്യന്റെ എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഡോക്ടർ അന്ന് മുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അത് വലിയ കാര്യമാക്കില്ല. പിന്നെ ഡോക്ടറുടെ നിർബന്ധപ്രകാരം ഡോക്ടർ ഇങ്ങനെ എഴുതി തന്നപ്പോൾ ഞാനൊരു സൺസ്ക്രീൻ വാങ്ങി വെച്ചു. എന്നിട്ട് ഞാനത് പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്ന രീതിയിൽ പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ പോലെ ചെറുതായിട്ട് വെയിലൊക്കെ ഏറ്റ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ശരീരം ഒന്നുകൂടെ ചൊറിയുന്ന പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം മുതൽ ഞാനത് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. അന്ന് മുതൽ പിന്നെ ഞാൻ ഇന്ന് വരെ ഞാൻ നിർത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇഷ്യൂ വന്നിട്ടുമില്ല. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സൺ പ്രൊട്ടക്ഷനിൽ നിന്ന് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് കരുവാളിച്ച് ഭയങ്കര ടാനായി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ആളാണ്. റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഫേസും ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളാണ് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ അങ്ങനെ തന്നിട്ട് ഞാൻ ആദ്യമൊന്നും യൂസ് ആക്കില്ല. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ മാത്രം വല്ലപ്പോഴും ഒക്കെ എനിക്ക് തോന്നുമ്പം. അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ 5 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി മുടങ്ങാതെ ഞാൻ യൂസ് ചെയ്ത സാധനമാണ് പിന്നെ സൺസ്ക്രീൻ കേട്ടോ. എന്തൊക്കെ സാധനം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നാലും സൺസ്ക്രീൻ എപ്പോഴും എനിക്ക് സ്റ്റോക്ക് ഉണ്ടാവുകയെ. കാരണം അത്രമാത്രം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കും ഫേസിനൊക്കെ ആവശ്യമുള്ള സാധനം. ഇതിപ്പോൾ സൺസ്ക്രീൻ ഒക്കെ ഇടാൻ പറയുമ്പോൾ ചിലർ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇടാൻ പറയുമ്പോൾ അധികം എല്ലാവരും പറയുന്നത് മേക്കപ്പാന്ന്. പക്ഷെ അത് മേക്കപ്പ് അല്ല, നമ്മൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാട്ടോ പറയുന്നത്. ഞാൻ ഇതുവരെ ഒരു ബോഡി സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ തന്നെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തോണ്ടാണ് ഞാൻ പോവാറ്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും കരുതും ഇങ്ങനെ ഒരു ബോഡി സൺസ്ക്രീൻ വാങ്ങണം. അതാവുമ്പോഴത്തേക്കും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ഇച്ചിരി റേറ്റ് ഉള്ളതാ. അപ്പം നമ്മൾ കയ്യിലും കാലിലും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പം ഇതിനായിട്ട് ഒരു ബോഡി സൺസ്ക്രീൻ വാങ്ങണമെന്നിങ്ങനെ ഓർത്തപ്പോഴത്തേക്കും ഇതുപോലെ കയറി നോക്കി ഒരുപാട് പേര് റിവ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് വിഷ് കെയറിന്റെ ഈ ബോഡി ലോഷൻ സൺസ്ക്രീനെ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഇട്ടുകൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റീഅപ്ലൈ ചെയ്യാം. ബോഡി സൺസ്ക്രീൻ ആണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് സാധാ നമ്മുടെ ബോഡി ലോഷനൊക്കെ പോലെ തന്നെയുള്ള കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ. പിന്നെ മോയ്സ്ചറൈസറിലും കുറച്ചൊരു തിക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനൊക്കെ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. നല്ലൊരു ലെയർ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനുമായിട്ട് വർക്കാകുന്ന പോലെ എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ. നല്ലൊരു മൈൽഡ് സ്മെല്ലൊക്കെയാണ്. നല്ല കുത്തുന്ന സ്മെല്ലൊന്നുമല്ല, നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാവേ. ഇത് പല ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. ഞാൻ വാങ്ങിയത് 200 ml 750 ml ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഒട്ടും തന്നെ ഇത് വൈകാസ്റ്റ് ഒന്നുമില്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പമ്പ് പാക്കേജിങ്ങിലായിട്ട് വരുന്നത്. നമുക്ക് ഈസിലി എടുത്ത് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്താൽ മതിയാവും. സൈറ്റിൽ അവൈലബിൾ ആയിട്ടോ. ഞാൻ വാങ്ങിയത് നൈക്കയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിള് എല്ലാ സൈറ്റിലും വിഷ് കെയറിന്റെ പ്രൊഡക്റ്റ് ലഭ്യമാണ്. ഇതിന്റെ കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാ, മോയ്സ്ചറൈസർ ഒക്കെ പോലെ. എന്നിട്ട് ഇത് ബ്ലെൻഡ് ആക്കുമ്പോഴത്തേക്ക് ഇതുണ്ടോ, പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് കണ്ടോ, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ. നല്ലൊരു മൈൽഡ് സ്മെല്ലാണ് കേട്ടോ, നല്ല കാമായിട്ടുള്ള മൈൽഡ് സ്മെല്ലുവാ. പിന്നെ പെട്ടെന്നൊന്നും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നൊന്നുമില്ല. കുറേ നേരത്തേക്ക് മോയ്സ്ചർ നിലനിർത്തി തരുന്നുണ്ട്. സൺസ്ക്രീനിന്റെ റിവ്യൂ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് സൺടാൻ മാറുമോ എന്ന്. നമുക്ക് നേരത്തെ ഓൾറെഡി ഉള്ള പിഗ്മെന്റേഷൻ കുറയല്ല. നമുക്ക് പുതുതായിട്ട് സണ്ണിൽ നിന്ന് ടാൻ ഏക്കാതെ പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് സൺസ്ക്രീനിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ചില സൺസ്ക്രീനിന് ചില ലൈറ്റനിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും, അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാവും കേട്ടോ. പിന്നെ ബാരിയറൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യും. ഇതിലും ആ പറഞ്ഞ പോലെ തന്നെ സെറാമൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മുടെ സ്കിന്ന് മുരി വന്നിരിക്കുക, പൊരി വരാതിരിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്കിന്നിനെ ഒന്നുകൂടെ അത് ആ കണ്ടീഷൻ മാറ്റി ഒന്ന് റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാൻ ഇത് സഹായിക്കും കേട്ടോ. എനിക്ക് പിന്നെ സൺസ്ക്രീൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. എൻ്റെ പഴയകാല പിക്ചറും ഇപ്പോഴത്തെ പിക്ചറൊക്കെ എടുത്ത് നോക്കിയാൽ, ഫോട്ടോസൊക്കെ നോക്കിയാൽ എനിക്കറിയാൻ പറ്റും. ഞാൻ നേരത്തേലും 1 ടോൺ 2 ടോൺ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ സൺടാൻ ഏക്കാതെ നമ്മുടെ ഫേസും ബോഡിയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു എഫക്റ്റ് ഉള്ളത് കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വിറ്റാമിൻ സിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആൽഫ ആർബുട്ടിനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിഗ്മെന്റേഷൻ കുറയാനായിട്ട്. അതിൽ നിന്ന് അത് നമ്മൾ അതുപോലത്തെ സിറം ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അതൊന്ന് അപ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് നമ്മൾ ടാൻ വരാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഇതങ്ങ് നിലനിന്ന് പോകും. നിങ്ങൾ സൺസ്ക്രീൻ അടങ്ങിയ നല്ലൊരു ബോഡി ലോഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സാധാ ബോഡി ലോഷനാണ് നോക്കുന്നെങ്കിൽ മമാർത്തിന്റെ ഉണ്ട്. അത് SPF 30 ഉണ്ട് കേട്ടോ. അത് കുറച്ച് സൺസ്ക്രീൻ ഉണ്ട് SPF 30 ഉണ്ടത്. അത് നല്ലൊരു ബോഡി ലോഷനാണ്. പിന്നെ നിവ്യയുടെ ഒക്കെ നല്ലതാണ്, ട്രൈ സ്കിന്നൊക്കെ നിവ്യയുടെ ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ പിക്ചർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തേക്കാം, അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് ഫേസ് സൺസ്ക്രീൻ്റെ റിവ്യൂ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതൊക്കെയാണ് വിഷ് കെയറിൻ്റെ ബോഡി സൺസ്ക്രീൻ ലോഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ നിങ്ങൾ ആ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും. ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.